ഇനി യുറേനിയം സമ്പുഷ്ടീകരണം വേണ്ട. ഇറാനുമായി പുതിയ യുഗത്തിന് തയ്യാറായി ട്രംപ്. യുദ്ധത്തിനു ശേഷമുള്ള വെടിനിർത്തൽ ഗുണപരമായ ഒരു അധികാരമാറ്റത്തിന് വഴിയൊരുക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ ഇറാനുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കം അമേരിക്ക ആരംഭിച്ചു. കാലാകാലങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലും സഹകരണത്തിന്റെ പുതിയ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നതായാണ് ട്രംപിന്റെ പ്രസ്താവന നൽകുന്ന സൂചന. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് ഈ നാടകീയമായ നിലപാട് മാറ്റം വ്യക്തമാക്കിയത്. ഭരണമാറ്റത്തിലൂടെ കടന്നുപോയ ഇറാനുമായി ചേർന്ന് അമേരിക്ക ഇനി പ്രവർത്തിക്കും, ട്രംപ് കുറിച്ചു. അതേസമയം ഭരണമാറ്റം എന്നതുകൊണ്ട് എന്താണ് ട്രംപ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. B-2 ബോംബറുകൾ ഉപയോഗിച്ച് തകർക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലെ അവശിഷ്ടങ്ങൾ ഇറാനുമായി ചേർന്ന് അമേരിക്ക നീക്കം ചെയ്യും. ഇവയെല്ലാം സ്പേസ് ഫോഴ്സിന്റെ സാറ്റലൈറ്റ് നിരീക്ഷണത്തിലാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമേലുള്ള വ്യാപാര നിയന്ത്രണങ്ങളിലും ഉപരോധങ്ങളിലും ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. 15 കരാറിൽ പല രാജ്യങ്ങളിലും ഇരുപക്ഷവും ധാരണയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും ഇറാനിലേക്ക് സൈനിക ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനും അമേരിക്ക കടുത്ത സാമ്പത്തിക തിരിച്ചടി നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% താരിഫ് ഏർപ്പെടുത്തുമെന്നും ഇതിൽ ഇളവുകൾ ഉണ്ടാകില്ല എന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായുള്ള അടുത്ത ഘട്ട ഇടപെടലുകളിൽ സാമ്പത്തിക നടപടികൾക്കായിരിക്കും മുൻഗണനയെന്നും ട്രംപ് സൂചിപ്പിച്ചു. ഇറാനുമേൽ ചുമത്തിയ താരിഫുകളിലും ഉപരോധങ്ങളിലും ഇളവ് വരുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിവരികയാണ്.